ഭാഗം 2 പുസ്തകം 6 അധ്യായം 4 ഗത്സമനിയിലെ പ്രാർത്ഥനയും അതിലുള്ള മറിയത്തിന്റെ ഭാഗഭാഗിത്വവും. സെഹിയോൻ ശാലയിൽ വച്ച് അത്ഭുത ദിവ്യരഹസ്യങ്ങൾ ഈശോ പരികർമ്മം ചെയ്തല്ലോ. ദൈവപിതാവിന്റെ നമുക്കഗ്രാഹ്യമായ കൽപ്പനപ്രകാരമായിരുന്നു ഇത്. ഇന്ന് വ്യാഴാഴ്ച. ഇപ്പോൾ രാത്രി കുറെ മണിക്കൂറുകൾ കടന്നുപോയിരിക്കുന്നു. അത്താഴം കഴിഞ്ഞ് അവൻ തന്റെ സഹനത്തിന്റെയും മരണത്തിന്റെയും മണിക്കൂറുകളിലേക്ക് പ്രവേശിച്ചു. അവൻ ഊട്ടുശാല വിട്ടു. പരിശുദ്ധ അമ്മയും ആ നിമിഷത്തിൽ തന്റെ വാസസ്ഥലം വിട്ട് മകനെ കാണാനായി പുറപ്പെട്ടു. നിത്യതയുടെ രാജകുമാരനും അമ്മയായ രാജ്ഞിയും തമ്മിൽ നേർക്കുനേർ കണ്ട ആ നിമിഷങ്ങളിൽ അവർ രണ്ടുപേരുടെയും ഹൃദയങ്ങളിൽ കൂടി ഒരു വാൾ കടന്നുപോയി. അതിന്റെ മൂർച്ച അമ്മയുടെയും മകന്റെയും ഹൃദയങ്ങൾ പിളർന്നു. മനുഷ്യർക്ക് മാത്രമല്ല, മാലാഖമാർക്ക് പോലും താങ്ങാനാവാത്ത കഠിനവേദന അവർ അനുഭവിച്ചു. വലിയ ദുഃഖഭാരത്തോടെ അമ്മ തന്റെ പുത്രന്റെ കാലടികളിൽ പ്രണമിച്ചുകൊണ്ട് അവനെ തന്റെ ദൈവവും രക്ഷകനുമായി ആരാധിച്ചു. അവിടുന്ന് കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തോടെ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു: "എന്റെ അമ്മേ, നിന്റെ സഹനത്തോടൊപ്പം ഞാനുണ്ടായിരിക്കും. നമുക്കിരുവർക്കും സ്വർഗീയ പിതാവിന്റെ ഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് മനുഷ്യ മക്കളുടെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാം." അമ്മ തന്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്വയം ബലിയായി സമർപ്പിക്കുകയും അവന്റെ അനുഗ്രഹം യാചിക്കുകയും ചെയ്തു. തുടർന്ന് അവൾ തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി. അവിടെ പാർത്തുകൊണ്ട് തന്റെ പുത്രന്റെ തുടർന്നുള്ള എല്ലാ നടപടികളും അവൾ കണ്ടുകൊണ്ടിരുന്നു. അപ്രകാരം അവൾക്ക് തന്റെ പുത്രനോടൊപ്പമായിരിക്കാനും അവന്റെ സഹനവേളയിൽ സദാ സഹകരിക്കാനും സാധിച്ചു. അവൾ വസിച്ചിരുന്ന ഭവനത്തിന്റെ ഉടമ ഈ സമാഗമവേളയിൽ അവിടെ സന്നിഹിതനായിരുന്നു. ദൈവശക്തിയാൽ പ്രചോദിതനായി അദ്ദേഹം തന്റെ ഭവനവും അതിലുള്ള എല്ലാ സൗകര്യങ്ങളും അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാൻ വിട്ടുകൊടുത്തു. അവൾ ജെറുസലേമിൽ കഴിയുന്ന കാലം മുഴുവൻ അവിടം സ്വന്തമായി ഉപയോഗിക്കാം. പരിശുദ്ധ അമ്മ ഈ ഉപകാരം കൃതജ്ഞതയോടും വിനയത്തോടും കൂടെ സ്വീകരിച്ചു. അവൾക്കു മാത്രം ദൃശ്യഗോചരമായ 1000 മാലാഖമാരും അവളുടെ സന്തത സഹചാരികളായ ഭക്തസ്ത്രീകളും അവളോടൊപ്പം അവിടെ താമസിച്ചു. അന്ത്യ അത്താഴം കഴിഞ്ഞ രക്ഷകനും നാഥനുമായ ക്രിസ്തു തന്നോടൊപ്പമുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും കൂട്ടി സെഹിയോൻ ശാല വിട്ടുപോയി. പോകുന്ന വഴിയിൽ പലരും പലയിടങ്ങളിൽ വച്ച് താന്താങ്ങളുടെ കാര്യങ്ങൾക്കായി പോയി. എന്നാൽ കർത്താവാകട്ടെ തന്റെ 12 അപ്പസ്തോലന്മാരെയും ഒപ്പം ചേർത്ത് ജെറുസലേമിന്റെ കിഴക്കേ കോട്ട മതിലിനു പുറത്ത് ഒലിവുമലയിലേക്ക് നീങ്ങി. ഈശോ തന്റെ പതിവു പ്രകാരം രാത്രിയിൽ പ്രാർത്ഥിക്കാൻ അവിടേക്കാണ് പോകുന്നതെന്ന് തന്റെ വഞ്ചന നിറഞ്ഞ മനസ്സുമായി തക്കം പാർത്തിരുന്ന യൂദാസ് കൃത്യമായി തന്നെ ഊഹിച്ചു. നിയമജ്ഞർക്കും പ്രീശന്മാർക്കും ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് അയാൾ നിശ്ചയിച്ചു. ഇക്കാര്യത്തിൽ മനസ്സുറപ്പിച്ച അയാൾ പിന്നിലേക്ക് വലിഞ്ഞു. തന്റെ സഹ അപ്പസ്തോലർ ഗുരുവിനോടൊപ്പം മുന്നോട്ടു പോകട്ടെ എന്നയാൾ ഉറച്ചു. അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അയാൾ അവരുടെ കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ് ഇരുളിന്റെ മറവിൽ തിരക്കിട്ടു നടന്നു. തന്റെ പതനത്തിലേക്കും ആത്മനാശത്തിലേക്കുമായിരുന്നു ആ യാത്ര. ഭയവും ആകുലതയും സംഘർഷവും അയാളെ മഥിച്ചു. താൻ അനുഷ്ഠിക്കാൻ പോകുന്ന നിഷ്ഠൂരതയുടെ നിശബ്ദ സാക്ഷികളാണ് ഈ വികാരങ്ങൾ. മനസാക്ഷി ഉയർത്തിവിട്ട കൊടുങ്കാറ്റിൽ അയാൾ ഓടി. പ്രധാന പുരോഹിതരുടെ കൊട്ടാരത്തിലെത്തുമ്പോൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ പോകുന്ന വഴിയിൽ മറ്റൊരു സംഭവമുണ്ടായി. ലൂസിഫർ യേശുക്രിസ്തുവിന്റെ മരണം ഉറപ്പാക്കാനായി തിരക്കിട്ടോടുന്നത് കണ്ടു. യേശുക്രിസ്തു സത്യമായിട്ടും മിശിഹായാണെന്ന സംശയം ലൂസിഫറിനുണ്ടായി. അവൻ വേഷപ്രച്ഛന്നനായി യൂദാസിനെ സമീപിച്ചു. യൂദാസിന്റെ ഗൂഢാലോചനയിൽ പങ്കുള്ള ദുഷ്ടനായ ഒരു സ്നേഹിതന്റെ വേഷത്തിലായിരുന്നു ലൂസിഫർ. ഈ വേഷത്തിൽ വന്നാൽ യൂദാസിനോട് സംസാരിക്കാൻ എളുപ്പമാണ്. തന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുകയുമില്ല. ആദ്യം സാത്താൻ ഇപ്രകാരം ഉപദേശിച്ചു: ക്രിസ്തുവിനെ ശത്രുക്കൾക്ക് വിൽക്കാൻ തീരുമാനിച്ചത് ഉചിതം തന്നെ. എന്തെന്നാൽ അവൻ ചെയ്തിട്ടുള്ളതായി പറഞ്ഞു കേട്ടിട്ടുള്ള നീചകൃത്യങ്ങൾ ആ പദ്ധതിയെ ന്യായീകരിക്കുന്നു. എന്നാൽ ഈ വിഷയം കുറെ കൂടി ശ്രദ്ധിച്ചപ്പോൾ മറ്റൊരു കാര്യം മനസ്സിൽ വന്നു. അവനെ ഫരിസയർക്കും പുരോഹിതർക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഉചിതമായിരിക്കുകയില്ല. എന്തെന്നാൽ യൂദാസ് വിചാരിക്കുന്നത് പോലെ ക്രിസ്തു അത്ര നീചനല്ല. തന്നെയുമല്ല, അവൻ മരണത്തിന് അർഹനല്ല. അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെയും ഒരത്ഭുതം പ്രവർത്തിച്ച് പ്രതിയോഗികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും അതുവഴി യൂദാസിന് ദുരിതങ്ങൾ വരുത്തുകയും ചെയ്തേക്കാം. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവും മറ്റു 11 പേരും നമ്മുടെ രക്ഷയ്ക്കായുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആ ദൗത്യത്തിൽ തന്നെ നശിപ്പിക്കാനൊരുങ്ങുന്നവരുടെയും രക്ഷ ഉൾപ്പെട്ടിരുന്നു.
ഇതെന്തൊരു അത്ഭുതപൂർവമായ സംഭവം! മനുഷ്യന്റെ നീച വിദ്വേഷത്തിനെതിരെ ദൈവത്തിന്റെ അളവറ്റ കരുണയും തീരാത്ത നന്മയും. ഈ സംഘർഷം തുടങ്ങുന്നത് ആദ്യം മനുഷ്യനിൽ നിന്നാണെങ്കിൽ അത് അതിന്റെ പരിസമാപ്തിയിൽ എത്തുന്നത് രക്ഷകന്റെ മരണത്തിലാണ്. എന്തെന്നാൽ കാൽവരിയിൽ മുഖത്തോട് മുഖം നിന്ന് രണ്ടു പക്ഷവും താന്താങ്ങളുടെ സർവശക്തിയും പ്രദർശിപ്പിച്ചു. മനുഷ്യന്റെ വിദ്വേഷം സ്രഷ്ടാവും രക്ഷകനുമായവന്റെ ജീവിതവും മാനവും അപഹരിച്ചു. രക്ഷകനാകട്ടെ അവ രണ്ടും മനുഷ്യരക്ഷയ്ക്കായി ബലി നൽകി. ക്രിസ്തു തന്റെ മരണത്തിനും സഹനത്തിനും പൂർണ്ണ ഫലപ്രാപ്തി ദർശിച്ചത് തന്റെ അമ്മയിൽ മാത്രമാണ്. അവന്റെ നീതി മനുഷ്യവർഗത്തിന്റെ വിദ്വേഷത്തിനും കൃതജ്ഞതയ്ക്കും പരിഹാരം കണ്ടത് അവളുടെ അളവറ്റ നൈർമല്യത്തിലാണ്. ഈ തേജസ്വിനിയുടെ അഗാധമായ എളിമയിലും അനർഗളമായ കരുണയിലും കർത്താവ് തന്റെ നന്മയുടെ വില തീരാത്ത സമ്പത്തിനെ നിക്ഷേപിച്ചു. അപ്രകാരം ചെയ്യുന്നതിലൂടെ അവന്റെ ബലിക്കുടീരത്തിൽ നിന്നും ചിതയിൽ നിന്നും പുനർജനി നേടുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ തിരുസഭ ഉയരും. ക്രിസ്തുവിലെ മനുഷ്യൻ തന്റെ അമ്മയുടെ പരമപരിശുദ്ധിയിൽ നിന്ന് ആശ്വാസം ഉൾക്കൊണ്ടു. അതവനെ ശക്തിപ്പെടുത്തി. മനുഷ്യരുടെ ക്രൂരവിദ്വേഷത്തെ കീഴടക്കാൻ പ്രാപ്തമാക്കി. തന്റെ അമ്മ മനുഷ്യവർഗത്തിന് മുഴുവൻ അമ്മയായി തീരുന്നത് തന്റെ സഹനമരണങ്ങൾക്ക് യോഗ്യമായ പ്രതിസമ്മാനമായി അവൻ തിരിച്ചറിഞ്ഞു. അതിൽ ആശ്വാസം കൊണ്ടു. കെദ്രോൻ അരുവി കുറുകെ കടന്ന് ഒലിവുമല കയറി അവൻ ഗെത്സമൻ തോട്ടത്തിലെത്തി. അപ്പോൾ അവൻ തന്നെ അനുഗമിച്ച അപ്പസ്തോലന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങളിവിടെ എനിക്കായി കാത്തിരിക്കുക, ഞാൻ അല്പം അകലെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മത്തായി 26:36. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 22:40. ദിവ്യഗുരു ഇപ്രകാരം പറഞ്ഞത് തന്റെ ശിഷ്യർ പ്രലോഭനങ്ങൾക്കെതിരെ ശക്തമായി നിൽക്കാനായിരുന്നു. അതേപ്പറ്റി തന്റെ അത്താഴവേളയിൽ അവൻ അവരെ ഉദ്ബോധിപ്പിച്ചിരുന്നു. അവൻ ആ രാത്രിയിൽ നേരിടാൻ പോകുന്ന സഹനങ്ങൾ കണ്ട് അവർ ചിതറിപ്പോകുമെന്ന് അവൻ മനസ്സിലാക്കി. ആ രാത്രിയിൽ സാത്താൻ അവരെ തെറ്റായ ധാരണകൾ കടിപ്പെടുത്തും. തങ്ങളുടെ ഇടയൻ അപമാനിക്കപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞാടുകൾ ചിതറിക്കപ്പെടും. സക്കറിയ 13:7. ഈ വചനങ്ങൾക്കു ശേഷം ജീവന്റെ നാഥൻ വിശുദ്ധ പത്രോസ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ യാക്കോബ് എന്നിവരെ കൂടെ കൂട്ടി മുൻപോട്ടു പോയി. തങ്ങളെ ആരും കാണുകയോ കേൾക്കുകയോ ഇല്ലാത്ത വിജനമായ ഒരിടത്തു ചെന്നു. മർക്കോസ് 14:33. അവൻ മുൻപ് ചെയ്യാറുള്ളതുപോലെ തന്റെ നേത്രങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ പക്കലേക്കുയർത്തി. സക്കറിയായുടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ എന്നവൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു. നിഷ്കളങ്കരിൽ നിഷ്കളങ്കനായവനെ ഉടൻ തന്നെ മരണം ഗ്രസിക്കും. ദൈവനീതിയുടെ നിശിത ഖഡ്ഗം ഉരയൂരപ്പെടും. അവ അതിന്റെ എല്ലാ മാരക ശക്തിയോടും കൂടെ ഇടയന്റെ മേനിയിൽ പതിക്കും. കർത്താവ് ദൈവത്തിന്റെ നീതിക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ നീതീകരണത്തിനും രക്ഷയ്ക്കും ഇടയാകത്തക്ക വിധം പുനഃസമർപ്പണം ചെയ്തു. സ്വർഗീയ പിതാവ് തന്റെ തന്നെ സത്തയായ പുത്രനെ സഹനത്തിന്റെയും മരണത്തിന്റെയുമായ എല്ലാ ദാരുണാവസ്ഥകൾക്കും വിധേയനാകാൻ വേണ്ടിയുള്ള അനുമതി നൽകി. ആ നിമിഷം മുതൽ സ്വർഗീയ പിതാവ് തന്റെ സ്ഥായിയായ സത്തയിൽ നിന്നും മനുഷ്യപ്രകൃതിയിൽ ആവിഷ്കൃതമായ സത്തയിലേക്ക് സദാ ചൊരിഞ്ഞുകൊണ്ടിരുന്ന സ്നേഹസാന്ത്വനങ്ങളെയെല്ലാം താൽക്കാലികമായി പിൻവലിച്ചു. എന്തെന്നാൽ സ്വപുത്രൻ പീഡാസഹനങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ അനുഭവിക്കേണ്ടിയിരുന്നു. നിത്യപിതാവ് ഈ സമർപ്പണം സ്വീകരിച്ചു. തന്റെ മനുഷ്യാവതാരഭാവത്തിൽ സമ്പൂർണ്ണ ബലിയായി തീരാൻ അവിടുന്ന് തിരുമനസ്സായി. അവന്റെ സഹനങ്ങൾ പ്രാർത്ഥനയാകുന്ന അലയാഴിയുടെ തിരമാല പോലെ ഉയർന്നു. ആ നിമിഷത്തിൽ അവൻ പര്യാകുലനായി തീർന്നു. അവൻ തന്റെ അപ്പസ്തോലന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: എന്റെ ആത്മാവിത മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. മർക്കോസ് 14:34. അവൻ നിലത്തു കമിഴ്ന്നു വീണ് സ്വർഗസ്ഥനായ പിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. താൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് മനുഷ്യരക്ഷയ്ക്കായി സ്വയം ബലിയായി തീരാനായിരുന്നു. എന്നിട്ടും നമ്മുടെ കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു. മനുഷ്യനു വേണ്ടി സഹിക്കാനും മരിക്കാനും വന്നവൻ തന്റെ പീഡയും അപമാനവും കാര്യമായി കരുതിയില്ല. അവൻ സ്വമേധയാ അതിനെ ആശ്ലേഷിച്ചു. അവൻ നിറഞ്ഞ സ്നേഹത്തോടെ മാനുഷികമായ ആശ്വാസങ്ങളെ ത്യജിച്ചു. നിന്ദനത്തിന്റെയും തിരസ്കരണത്തിന്റെയും കഠിന വ്യാകുലങ്ങളുടെയും മരണവക്ത്രത്തിലേക്ക് നടന്നെടുത്തു. അവൻ മനുഷ്യാത്മാവിനെ അത്രമാത്രം വിലമതിച്ചിരുന്നതിനാൽ മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി തന്റെ ജീവരക്തം ഊറ്റിക്കൊടുക്കാനും തയ്യാറായി.
ഇപ്രകാരം ഒരു യാചന തന്റെ മനുഷ്യപ്രകൃതിയിൽ സ്വമേധയാ ഉണ്ടായ ഒന്നായി കരുതാനാവില്ല. എന്തെന്നാൽ അവൻ തന്റെ മാനുഷികവും ദൈവികവുമായ ജ്ഞാനത്താലും ആർക്കും അണയ്ക്കാൻ കഴിയാത്ത സ്നേഹത്താലും മനുഷ്യർക്ക് പ്രകൃത്യാ ഉള്ള മൃത്യുഭയത്തെ അതിജീവിച്ചിരുന്നു. ഇക്കാര്യം അപ്രകാരമാണെന്ന സത്യം അവിടുത്തെ പ്രാർത്ഥനയുടെ ആ മഹാരഹസ്യത്തെ സംബന്ധിച്ച് വെളിപാടിലൂടെ ഞാൻ അറിഞ്ഞു. തന്റെ സഹനമരണങ്ങളിലൂടെ നേടിയെടുത്ത രക്ഷ മനുഷ്യമക്കൾ തിരസ്കരിക്കുമെന്ന അറിവ് കർത്താവിന്റെ സങ്കടം വർദ്ധിപ്പിച്ചു. അവന്റെ കരുണ എത്ര അഗാധമായിരുന്നോ അത്രയും ആഴമേറിയതായിരുന്നു അവന്റെ ദുഃഖവും. അവന്റെ വിയർപ്പ് രക്തമായി മണ്ണിൽ പതിച്ചു. അവന്റെ പ്രാർത്ഥനയിലൂടെ ഉദാരമായ കരുണാവർഷം മനുഷ്യമക്കളിലേക്ക് ചൊരിയാൻ ഇടയായി. ദുർഭകരും കഠിനഹൃദയരുമായ മനുഷ്യർ തള്ളിക്കളഞ്ഞ വരപ്രസാദങ്ങളും ദിവ്യാനുഗ്രഹങ്ങളും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും നൽകപ്പെട്ടു. ക്രിസ്തുവിന്റെ സ്വന്ത ഇഷ്ടത്തെ ദൈവ തിരുമനസ്സിന് അടിയറ വെച്ച് എല്ലാവർക്കും വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തു. ഇപ്രകാരം ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയുടെ ദൗത്യം ക്രമീകരിക്കപ്പെടുകയും സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തു. സ്രഷ്ടാവും കർത്താവുമായ ക്രിസ്തു തന്നെയാണ് അതിന്റെ ശിരസ്. പുത്രൻ തന്റെ ദുഃഖത്തിന്റെ മണിക്കൂറിലേക്ക് പ്രവേശിച്ചപ്പോൾ പിതാവ് മിഖായേൽ മാലാഖയെ പുത്രന്റെ സമാശ്വാസത്തിനായി അയച്ചു. അവിടുന്ന് ദൂതൻ വശം അയച്ച സാന്ത്വന സന്ദേശം പുത്രൻ തന്റെ ജ്ഞാനത്താൽ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. താൻ അറിയാത്തതായ യാതൊന്നും മാലാഖയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല. തന്നെയുമല്ല, അവന്റെ ആന്തരിക അവസ്ഥയിൽ അത് വിശേഷിച്ച് ഒരു മാറ്റവും വരുത്തിയതുമില്ല. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സങ്കേതമായ സഹിയോൻ ശാലയിലേക്ക് പോകാം. തന്റെ പ്രാർത്ഥനയിലൂടെ അവൾ തന്റെ പുത്രൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും മനോവ്യാപാരങ്ങൾ പോലും അറിഞ്ഞുകൊണ്ടിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർക്കൊപ്പം കർത്താവ് മറ്റു ശിഷ്യരെ വിട്ട് ദൂരേക്ക് പോയ നിമിഷത്തിൽ സ്വർഗീയ രാജ്ഞിയും തന്നോടൊപ്പമുണ്ടായിരുന്ന സ്ത്രീകളിൽ നിന്ന് വിട്ട് മറ്റൊരു മുറിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ തന്നോടൊപ്പം മേരി നാമധാരികളായ മറ്റു 3 മേരിമാരെയും കൂട്ടി. അവരിൽ പ്രഥമ സ്ഥാനം മഗ്ദലന മറിയത്തിനായിരുന്നു. തന്റെ ഏറ്റവും അടുപ്പക്കാരിയായിരുന്ന ഈ 3 പേർക്കൊപ്പം അവൾ സ്വർഗത്തിലേക്ക് തന്റെ പ്രാർത്ഥനകൾ ഉയർത്തി. തന്റെ പുത്രന്റെ പീഡകൾക്കൊപ്പം അവനോട് ചേർന്ന് സഹിക്കാനായി തനിക്കു ലഭിക്കാമായിരുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ സാന്ത്വനങ്ങളെയും സന്തോഷങ്ങളെയും പിൻവലിക്കാൻ അവൾ സ്വർഗീയ പിതാവിനോട് അപേക്ഷിച്ചു. തന്റെ പുത്രനായ ക്രിസ്തു ശരീരത്തിലും ആത്മാവിലും അനുഭവിക്കാൻ പോകുന്ന എല്ലാ സഹനങ്ങളെയും തന്റെ കന്യാ ശരീരത്തിലും ആത്മാവിലും പകർത്താൻ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ ത്രിത്വം ഇത് അനുവദിച്ചു. അത്യുന്നതന്റെ ശക്തി അവളെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ആ സഹനങ്ങൾ മൂലം അവൾ മരണമടയുമായിരുന്നു. എന്നാൽ ഈ പീഡകൾ ഓരോന്നും ദൈവത്താൽ അയക്കപ്പെട്ടതായിരുന്നതിനാൽ അത് അവളിൽ പുതുജീവന്റെ നാന്ദിയായി തീർന്നു. എന്തെന്നാൽ തന്റെ പുത്രൻ സഹിക്കുകയും താൻ അതിൽ പങ്കാളിയാകാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു അവളുടെ ഏറ്റവും കഠിനമായ വേദന. തന്റെ വ്യാകുല വേളയിൽ തനിക്ക് തുണയായിരിക്കാൻ വേണ്ടിയാണ് 3 മേരിമാരെയും അമ്മ കൂടെ കൂട്ടിയത്. ഈ ദൗത്യത്തിനൊരുങ്ങുന്നതിന് 3 പേർക്കും പ്രത്യേകം പ്രകാശം നൽകി പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിച്ചു. അവരോടൊപ്പം ധ്യാനത്തിൽ പ്രവേശിച്ച പരിശുദ്ധ അമ്മ തീവ്രമായ നൊമ്പരം അനുഭവിക്കാൻ തുടങ്ങി. അവൾ തന്റെ കൂടെയുള്ളവരോട് ഇപ്രകാരം പറഞ്ഞു: ഇതാ, എന്റെ ആത്മാവ് അതീവ ദുഃഖത്തിലായിരിക്കുന്നു. എന്തെന്നാൽ എന്റെ വത്സലപുത്രൻ സഹനത്തിന്റെയും മരണത്തിന്റെയും നാഴികയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്കാകട്ടെ അവനോടൊപ്പം സഹിച്ചു മരിക്കാൻ അനുവാദം ലഭിച്ചിട്ടുമില്ല. പ്രിയ സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ കീഴടക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം അവൾ അവരെ വിട്ട് കുറച്ചു ദൂരേക്ക് മാറി പ്രാർത്ഥനയിലൂടെ കർത്താവിനെ അനുധാവനം ചെയ്തു. പുത്രൻ തന്റെ ശിഷ്യരെ ഉണർത്താൻ പോയ സമയങ്ങളിലെല്ലാം അമ്മയും തന്റെ സഹോദരിമാരുടെ അടുക്കൽ ചെന്നു. സാത്താൻ അവർക്കെതിരെ കുപിതനായിരിക്കുന്നെന്ന് അവൾ അറിഞ്ഞിരുന്നു. നിത്യനാശത്തിൽ പതിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന മക്കളെ ഓർത്ത് അവൾ വിലപിച്ചു. എന്തെന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെയും തിരസ്കൃതരാകുന്നവരെയും പറ്റി അവൾ ജ്ഞാനദൃഷ്ട്യാ അറിഞ്ഞിരുന്നു. ലോകരക്ഷകനെ അനുകരിക്കാനും അവന്റെ ദൗത്യത്തിൽ സഹകാരിയാകാനും നിയോഗം ലഭിച്ച അമ്മ തന്റെ പുത്രനെ പോലെ തന്നെ രക്തം വിയർപ്പായി ഒഴുകി. കർത്താവിനെ സന്ദർശിച്ചതുപോലെ സ്വർഗത്തിൽ നിന്നും വിശുദ്ധ ഗബ്രിയേൽ അവളെ സന്ദർശിച്ചു. ഈ സ്വർഗീയ രാജകുമാരൻ ദേവേഷ്ടമാകുന്ന മഹാരഹസ്യങ്ങൾ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. മിഖായേൽ മാലാഖ ഈശോയ്ക്ക് ഇപ്രകാരം വിശദീകരിച്ചു കൊടുത്തിരുന്നു. അമ്മയുടെയും മകന്റെയും അവസ്ഥ തീർച്ചയായും സമാനമായിരുന്നു.
അവർ അർപ്പിച്ച പ്രാർത്ഥനകളും അവരുടെ ദുഃഖത്തിന്റെ ഹേതുവും ഒന്നുതന്നെയായിരുന്നു. തന്നെ ബന്ധിതനാക്കാനുള്ള സംഘം അടുത്തെത്താറായപ്പോൾ കർത്താവ് 3-ാം പ്രാവശ്യവും ഉറങ്ങിക്കിടന്നിരുന്ന തന്റെ ശിഷ്യരെ സമീപിച്ചു. അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഗുരുവിൽ നിന്ന് പ്രത്യേക ആനുകൂല്യം കിട്ടിയ 3 ശിഷ്യന്മാരോട് ഇപ്രകാരമാണ് ഗുരു സംസാരിച്ചത്. ഇതിലും കഠിന വാക്കുകൾ കൊണ്ട് അവരെ ശാസിക്കാൻ ആ കരുണാമയന് എങ്ങനെ കഴിയും? അവൻ അവരെ കാണുമ്പോൾ അവർ ആകുലതകളാൽ ഭാരപ്പെട്ട് തളർന്നുറങ്ങുകയായിരുന്നല്ലോ. കർത്താവ് അപ്പോൾ നൽകിയ ആജ്ഞപ്രകാരം ആ ശിഷ്യർ ഏക മനസ്സോടെ ശിരസായ മിശിഹായോട് ഐക്യപ്പെട്ട് മൗതിക ശരീരമായി തീർന്ന് തന്റെ ശത്രുക്കളുടെ നേരെ പുറപ്പെട്ടു. അതുവഴി പരിപൂർണമായ ഐക്യം സ്വന്തമാക്കിയ സമൂഹത്തിന്റെ ശക്തി ഉപയോഗിച്ച് പൈശാചിക ശക്തികളെ എങ്ങനെ നേരിടാമെന്നും അവരുടെ കരങ്ങളിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങാതിരിക്കാൻ എങ്ങനെ കഴിയുമെന്നും കാട്ടിക്കൊടുത്തു. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. സഭാപ്രസംഗകൻ 4:12. ഒരുവനെതിരെ ഒറ്റയ്ക്ക് പ്രബലപ്പെടുന്നവൻ 2 ആൾക്കെതിരെ ജയിച്ചെന്ന് വരില്ല. അതാണ് ഐക്യം തരുന്ന ബലം. തുടർന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പുകൾ നൽകി. അപ്പോഴേക്കും അവിടുത്തെ തേടി വരുന്ന ശത്രു പടയാളികളുടെയും അവരുടെ സംഘത്തിലെ സഹായികളുടെയും ശബ്ദകോലാഹലം അടുത്തെത്തുന്നത് അവർ അറിഞ്ഞു. നമ്മുടെ രക്ഷകൻ അവരുമായി കണ്ടുമുട്ടാൻ അവരുടെ മാർഗം ലക്ഷ്യമാക്കി മുൻപോട്ട് നടന്നു. അനിതര സാധാരണമായ സ്നേഹത്താലും ഉദാത്തമായ ധീരതയാലും ആർദ്രമായ ഭക്തിയാലും നിറഞ്ഞ് കർത്താവുള്ളിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ മോഹിച്ച നൊമ്പരങ്ങളെ, വേദനകളെ, മുറിവുകളെ, നിന്ദകളെ, അധ്വാനങ്ങളെ, പീഡകളെ, നീചമായ മരണമേ, വരൂ വരൂ വരൂ, നിങ്ങൾ വേഗം. എന്തെന്നാൽ മനുഷ്യ മക്കളുടെ നിത്യരക്ഷയ്ക്കായി ഉരുക്കുന്ന നിത്യസ്നേഹമിത തന്റെ ഏറ്റവും നിഷ്കളങ്കനായവനെ നിങ്ങൾ ഏറ്റെടുക്കുന്നത് കാണാൻ അവസരം കാത്തിരിക്കുന്നു. നിങ്ങളുടെ മൂല്യമെന്തെന്ന് കൃത്യമായും ഞാൻ അറിയുന്നു. ഞാൻ നിങ്ങളെ തേടുകയും തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്രമായ മനസ്സോടെയും ആനന്ദത്തോടെയും നിങ്ങളെ ഞാൻ വരവേൽക്കുന്നു. നിങ്ങളെ ഞാൻ വിലയ്ക്കു വാങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മൂല്യത്തെ ഞാൻ ഉയർത്തുന്നു. മരണം എന്നെ പുൽകട്ടെ. എന്തെന്നാൽ അതർഹിക്കാതെ ഏറ്റുവാങ്ങുന്നത് വഴി ഞാൻ ഇതിന്റെ മേൽ ശാശ്വതമായ വിജയം നേടും. അതുവഴി പാപം മൂലമുള്ള മരണത്താൽ ശിക്ഷിക്കപ്പെട്ട ജനതയ്ക്ക് നിത്യജീവനേകുകയും ചെയ്യും. ജീവദാതാവായ ദൈവപുത്രൻ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂദാസ് തന്നോടൊപ്പം വന്നവർക്ക് അവനെ എപ്രകാരം തിരിച്ചറിയാൻ കഴിയുമെന്ന് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. ആ അടയാളം എന്തായിരുന്നു? കീഴ്വഴക്കമനുസരിച്ച് സ്നേഹിതനെ സ്വീകരിക്കാൻ ചെയ്യുന്ന സമാധാനത്തിന്റെ ചുംബനം. പക്ഷേ ഇവിടെ അത് വെറും കാപട്യമായിരുന്നു. അതിലൂടെ യൂദാസ് അവർക്ക് തന്റെ ഗുരുവിനെ കാട്ടിക്കൊടുക്കും. മറ്റുള്ളവരിൽ നിന്ന് അവർ അവനെ തിരിച്ചറിഞ്ഞ് ഉടനെ ബന്ധനസ്ഥനാക്കും. ഇങ്ങനെയുള്ള മുൻകരുതലുകൾ അയാൾ ചെയ്തത് എന്തിനായിരുന്നു? ധനത്തോടുള്ള ആസക്തിയും ഗുരുവിനോടുള്ള വിദ്വേഷവും അയാളെ അടിമുടി ഗ്രസിച്ചിരുന്ന ഭയവും ആയിരുന്നു ഇതിന്റെ കാരണം. എന്തെന്നാൽ ഈ അവസരത്തിൽ പിടിക്കപ്പെട്ട് കുരിശിലേറ്റപ്പെട്ടിട്ട് മരിച്ചില്ലെങ്കിൽ വീണ്ടും അവനെ കണ്ടുമുട്ടാനുള്ള സാധ്യത അയാളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. സ്വന്തം ആത്മാവിന്റെ മരണത്തേക്കാൾ അയാൾ ഭയപ്പെട്ടത് ഇതുപോലുള്ള കാര്യങ്ങളെയായിരുന്നു. ദിവ്യഗുരുവിന്റെ മരണത്തേക്കാൾ കൂടുതലായി ഈ ചിന്ത അയാളെ വിഷമവൃത്തത്തിലാക്കിയിരുന്നു. ആയതിനാൽ അത് ഒഴിവാക്കാനായി ജീവന്റെ നാഥൻ എത്രയും വേഗം തന്റെ ശത്രുക്കളാൽ വധിക്കപ്പെടുന്നത് കാണാൻ അയാൾ തിടുക്കം കാണിച്ചു. ഗുരുവിനെ ദൂരെ കണ്ടപ്പോൾ തന്നെ ആ വഞ്ചകൻ മുന്നേ ഓടി അവനെ സമീപിച്ചു. ഏറ്റവും എളിയവനായ കർത്താവിന്റെ മുൻപിൽ നലം തികഞ്ഞ കാപട്യത്തോടെ ദൈവം അവനെ രക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന്റെ നിർമ്മലമായ കവിളിൽ സമാധാനത്തിന്റെ ചുംബനം അർപ്പിച്ചു. ഈ ഒരു വ്യാജമൊഴിയാൽ തന്റെ തിന്മയുടെ പരമകാഷ്ഠയിലെത്തുകയും ദൈവം തന്റെ സഹായവും കൃപയും അയാളിൽ നിന്ന് പിൻവലിച്ചതിനെ ന്യായീകരിക്കുകയും ചെയ്തു. വിശ്വാസവഞ്ചകനായ ശിഷ്യന്റെ ഉള്ളിൽ വിദ്വേഷം ആളിക്കത്തി. ഈ നിലപാടിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി അയാൾ തന്റെ ഉള്ളുകൊണ്ട് ദൈവികവും മാനുഷികവുമായ ജ്ഞാനത്തെ നിഷേധിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തു. തന്റെ വഞ്ചനയെപ്പറ്റി കർത്താവിന് കൃത്യമായ അറിവുണ്ടെന്ന കാര്യം യൂദാസ് വിട്ടുകളഞ്ഞു. തന്നെ തകർത്തു കളയാൻ കഴിവുള്ള കർത്താവിന്റെ ശക്തിയെ അവഗണിച്ചുകൊണ്ട് അയാൾ സ്നേഹസൗഹൃദങ്ങളുടെ മൂടുപടമിട്ട് തന്റെ വെറുപ്പിനെ മറച്ചു പിടിച്ചു. എന്തിനുവേണ്ടിയായിരുന്നു ഇതെല്ലാം?
പല രീതിയിൽ താൻ കടപ്പെട്ടിരിക്കുന്ന തന്റെ സ്രഷ്ടാവും ഗുരുവുമായവനെ ഏറ്റവും ക്രൂരവും ഭീകരവുമായ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തന്നെ. ഈ ഒരൊറ്റ പ്രവൃത്തിയാൽ യൂദാസ് അനവധി ഹീനങ്ങളായ മാരക പാപങ്ങൾ ചെയ്തു. അവയുടെ വ്യാപ്തിയും ഗൗരവവും അളന്നു കുറിക്കുക സാധ്യമല്ല. അയാൾ വഞ്ചകനായിരുന്നു, പാതകിയായിരുന്നു. ദൈവനിന്ദ, കൃതജ്ഞത, മൃഗീയത, അനുസരണക്കേട്, കാപട്യം, അസത്യവാദം, ഭക്തിരാഹിത്യം, കപടനാട്യം എന്നീ തിന്മകൾ അയാൾ ദൈവത്തിനെതിരെ ചെയ്തു. പരിശുദ്ധ അമ്മ നമ്മുടെ കർത്താവ് പിടിക്കപ്പെടുന്ന വേളയിൽ നടന്ന കാര്യങ്ങളെല്ലാം നേരിൽ കാണുന്നതിനേക്കാൾ വ്യക്തമായി ജ്ഞാനദൃഷ്ട്യാ ദർശിച്ചിരുന്നു. പ്രധാന പുരോഹിതൻ തന്റെ അരമന വിട്ട് പടയാളികളും കിങ്കരന്മാരും പുറപ്പെടുന്നത് കണ്ട നിമിഷത്തിൽ തന്റെ പുത്രന്റെ മേൽ ചൊരിയപ്പെടാൻ പോകുന്ന അപമാനങ്ങളും നിന്ദയും മർദ്ദനവുമൊക്കെ അവൾ മുൻകൂട്ടി ദർശിച്ചു. അന്ധകാര ശക്തികളുടെ കരങ്ങളാൽ സ്രഷ്ടാവും രക്ഷകനുമായവൻ ഏൽക്കാൻ പോകുന്ന നിന്ന അപമാനങ്ങൾക്ക് പകരമായി സൃഷ്ടികളുടെ നാഥനെ പ്രകീർത്തിക്കാനും ആരാധിക്കാനും തന്നോടൊപ്പം പങ്കുചേരാൻ അവൾ പരിശുദ്ധ മാലാഖമാരോടും മറ്റുള്ളവരോടും അഭ്യർത്ഥിച്ചു. തന്റെ പുത്രൻ ആ സമയത്ത് ബന്ദിയാക്കപ്പെടാനും അപമാനിക്കപ്പെടാനും സ്വയം ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തുവെന്നും അവർ ഏറ്റവും നീചമായി അവനോട് പ്രവർത്തിക്കാൻ ആ അനുവാദത്തെ അവസരമാക്കിയെന്നും പരിശുദ്ധ അമ്മ അറിഞ്ഞു. അവൾ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കർമ്മങ്ങൾ ചെയ്യുകയും നിത്യനായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരുന്നു. വിശുദ്ധ സ്ത്രീകളും അമ്മയെ അനുകരിച്ച് സാഷ്ടാംഗം പ്രണാമം ചെയ്യുകയും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സമയം മാലാഖമാർ അമ്മ ഉയർത്തിയ കീർത്തന ഗീതങ്ങൾക്ക് മറുപടി ചൊല്ലി സ്തുതിപ്പിൽ പങ്കുചേർന്നു. ശത്രുക്കൾ എത്രത്തോളം വെറുപ്പും നിന്ദയും അവരുടെ മേൽ ചൊരിഞ്ഞുവോ അതിലും തീക്ഷ്ണതയോടെ അമ്മ ആരാധനാ സ്തുതികൾ അർപ്പിച്ച് പരിഹാരം ചെയ്തു. അപ്രകാരം അവൾ ദൈവിക നീതിയുടെ നിയോഗത്തെ തൃപ്തിപ്പെടുത്തി. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ദൈവകോപം കർത്താവിന്റെ പീഡകരുടെ മേൽ പതിച്ച് അവരെ പൊടിയാക്കി കളയുമായിരുന്നു. പരിശുദ്ധ മറിയത്തിനു മാത്രമേ അപ്രകാരം ദൈവത്തിന്റെ നിശിതമായ ശിക്ഷയെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ദൈവത്തെ ദ്രോഹിച്ച മനുഷ്യർക്ക് പൊറുതിയും അവിടുത്തെ പ്രമാണങ്ങൾ തള്ളിക്കളഞ്ഞ ആത്മാക്കൾക്ക് നൽവരങ്ങളും പരിശുദ്ധ അമ്മ നേടിക്കൊടുത്തു. ഈ മഹാകരുണ ഏറ്റവും പ്രകടമായിരുന്നത് യൂദാസിന്റെ കാര്യത്തിലായിരുന്നു. എന്തെന്നാൽ യൂദാസ് ചുംബനം വഴിയായി തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത നിമിഷത്തിൽ അവൾ അത് ദർശിച്ചു. മാലാഖമാർ ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആ കോമള ദിവ്യവദനം യൂദാസ് ചുംബിക്കാൻ ഒരുങ്ങുമ്പോൾ ആ മുഖത്ത് മിന്നിമറയുന്ന ഭാവഭേദങ്ങൾ അമ്മ കണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ യൂദാസിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കരുണാസ്പർശത്തിലൂടെ യൂദാസിന് പാപബോധം ലഭിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വരം ചൊരിയണമെന്ന് അവൾ അഭ്യർത്ഥിച്ചു. യൂദാസ് തന്റെ വഞ്ചനാ ദൗത്യം പൂർത്തിയാക്കുമ്പോഴും അമ്മ അയാളുടെ രക്ഷയ്ക്കായുള്ള അനുഗ്രഹം ചൊരിയുകയാണ് ചെയ്തത്. ആ നിർഭാഗ്യവാനായ മനുഷ്യൻ ഈ വരദാനത്തോട് പ്രതികരിച്ചിരുന്നെങ്കിൽ കരുണയുടെ മാതാവ് അയാൾക്കായി തന്റെ പുത്രനിൽ നിന്ന് മറ്റു വരങ്ങളും പാപമോചനവും വാങ്ങിക്കൊടുക്കുമായിരുന്നു. എത്രയോ പാപികൾക്കായി അമ്മ അപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ രക്ഷിതരായവർ പരിശുദ്ധ അമ്മയ്ക്ക് മഹത്വം ആശംസിക്കുകയും സ്വയം മഹത്വീകൃതരാകുകയും ചെയ്തു. എന്നാൽ യൂദാസ് ഇത് തിരിച്ചറിഞ്ഞില്ല. അയാൾ തന്റെ രക്ഷയുടെ വാതിലുകൾ അടച്ചു കളഞ്ഞു. പ്രധാന പുരോഹിതന്റെ കിങ്കരന്മാർ രക്ഷകനെ ബന്ധിക്കുന്ന വേളയിൽ എത്രയും നന്മ നിറഞ്ഞ അവന്റെ അമ്മ തന്റെ സ്വന്തം കൈകളിൽ മകനെ വരിഞ്ഞു മുറുക്കിയ കയറിന്റെയും ചങ്ങലകളുടെയും നൊമ്പരമറിഞ്ഞു. താൻ തന്നെ ബന്ധിതയും പീഡിതയും ആയതുപോലെയായിരുന്നു അവളുടെ അവസ്ഥ. കർത്താവിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട മർദ്ദനങ്ങളുടെ ആഘാതങ്ങൾ അവളുടെ ദേഹത്തും പതിഞ്ഞു. എന്തെന്നാൽ അതിനുള്ള വരം പ്രത്യേകമായി അവൾക്ക് നൽകപ്പെട്ടിരുന്നു. തന്റെ മകന്റെ സഹനങ്ങളിലുള്ള ഈ സജീവ പങ്കാളിത്തത്തിലൂടെ അവളുടെ നൊമ്പരത്തിന് അല്പം ആശ്വാസം അനുഭവപ്പെട്ടതായി അവൾക്ക് തോന്നി. എന്തെന്നാൽ ചിന്തയിലും ഭാവനയിലും മാത്രമായി കർത്താവിന്റെ ദുഃഖത്തെ അവൾ കണ്ടിരുന്നെങ്കിൽ അവിടുത്തെ സഹനങ്ങളിൽ പങ്കാളിയാകാൻ കഴിയാത്തതുമൂലം അവൾ കൂടുതൽ തീവ്ര ദുഃഖം അനുഭവിക്കുമായിരുന്നു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, മേൽപ്പറഞ്ഞ മഹാരഹസ്യങ്ങളെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തപ്പെട്ടു. എങ്കിലും നിന്റെ ഭീരുത്വവും കൃതജ്ഞതയും അധമ ചിന്തയും മാറ്റി കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും പറ്റി നീ നിരന്തരം ധ്യാനിക്കണം. അല്ലെങ്കിൽ നീ ശിക്ഷാവിധിക്ക് വിധേയയാകേണ്ടി വരും. ഈ ധ്യാനമാണ് വിശുദ്ധർക്ക് നൽകപ്പെട്ടിരുന്ന വലിയ ജ്ഞാനം. ഇതു ലൗകികർ ഗൗനിക്കുന്നില്ല. ഇതു ജീവന്റെ അപ്പവും എളിയ മക്കൾക്കു നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ ഭക്ഷണവുമാകുന്നു.
ഇത് അവർക്ക് ജ്ഞാനം നൽകുമ്പോൾ ലൗകിക മനുഷ്യർ ഇതിന്റെ അഭാവം മൂലം തങ്ങളുടെ അഹന്തയിൽ തടവുകാരാക്കപ്പെട്ട് ദുരിതത്തിൽ കഴിയുന്നു. അവർ നിത്യവിശപ്പിലാണ്. ജ്ഞാനം 15:3. നീ ഈ അറിവിൽ ശുഷ്കാന്തിയുള്ള വിവേകമതിയായിരിക്കണം. എന്തെന്നാൽ ഈ ജ്ഞാനം വഴി നീ അനേകം നന്മകളുടെ ഉടമയായി മാറും. ജ്ഞാനം 7:11. ഞാനാണു വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ പക്കൽ വരുന്നില്ല. യോഹന്നാൻ 14:6 എന്ന് എന്റെ പുത്രൻ അരുൾ ചെയ്തത് ഈ സത്യമാണ്. എന്റെ മകളെ, അവൻ തന്റെ സഹന മരണങ്ങൾ വഴി മനുഷ്യ മക്കൾക്ക് നിത്യജീവന്റെ പാത തുറന്നു. അതിനാൽ അവരും അതേ മാർഗത്തിലൂടെ അവനെ പിൻചെല്ലണം. അവന്റെ സഹനങ്ങൾ, ചാട്ടവാറടികൾ, തിരസ്കരണങ്ങൾ, കുരിശാരോഹണം ഇവയെല്ലാം അവർ ധ്യാനിക്കേണ്ടതല്ലേ? ക്രിസ്തുവിനെ പിൻചെല്ലാതെ പിതാവിന്റെ പക്കൽ അണയണമെന്ന് കരുതുന്നവരുടെ അജ്ഞതയോർക്കുക. ദൈവത്തോടൊപ്പം സഹിക്കാതെയും അവന്റെ സഹനങ്ങളെ സ്വജീവിതത്തിൽ പകർത്താതെയും അതിൽ തങ്ങൾക്കുള്ള പങ്ക് അംഗീകരിക്കാതെയും കൃതജ്ഞതയർപ്പിക്കാതെയും ദൈവിക ജീവനിൽ പങ്കുചേരാമെന്നും അവനോടൊത്ത് വാഴാമെന്നും അവർ കരുതുന്നത് മൗഢ്യമല്ലേ? അവിടുത്തെ സഹന മരണങ്ങൾ തങ്ങൾക്കായി ഈ ലോക പരലോക ജീവിത സുഖങ്ങൾ നേടിക്കൊടുക്കും എന്നവർ കരുതുന്നു. എന്നാൽ ക്രിസ്തു ചെയ്യുന്നത് അതല്ല. അവൻ തന്റെ സഹന മരണങ്ങൾ വഴി സ്വർഗം തുറക്കുകയും സ്വന്തം ജീവിതത്തിലൂടെ എപ്രകാരമാണ് മറ്റുള്ളവരും സ്വർഗം നേടേണ്ടതെന്ന് കാണിച്ചു തരികയും ചെയ്തിരിക്കുന്നു. നിത്യജീവൻ സ്വന്തമാക്കാൻ അധ്വാനിച്ചില്ലെങ്കിൽ അവൻ ലജ്ജിതനായിത്തീരും. അവൻ സ്വർഗത്തിന്റെ യഥാർത്ഥ പുത്രനല്ല, ഒരു ആത്മശിഷ്യനുമല്ല. അവൻ യജമാനനെ സേവിക്കുന്നതിൽ ജാഗ്രത കാണിക്കുന്നില്ല. അതിനാൽ അവൻ വിശ്വസ്തനായ ഭൃത്യനല്ല. അങ്ങനെയുള്ളവനെ ഞാനും എന്റെ മകനായി കാണുന്നില്ല. എന്തെന്നാൽ അവൻ എന്നോടും എന്റെ ദിവ്യപുത്രനോടുമൊപ്പം സഹനങ്ങളെ പുൽകുന്നില്ല. എങ്കിലും മനുഷ്യരുടെ നിത്യരക്ഷയെ പ്രതിയുള്ള ഞങ്ങളുടെ ആകാംക്ഷ മൂലം അവർ ഈ സത്യങ്ങളെ വിസ്മരിക്കാതിരിക്കാനും സഹനങ്ങളോട് മറുതരിക്കാതിരിക്കാനുമായി അവർക്ക് കഠിനമായ സഹനങ്ങളെയും ശിക്ഷകളെയും അയക്കുന്നു. സ്വമേധയാ അവർക്ക് ഈ സഹനങ്ങളെ പുൽകാൻ കഴിഞ്ഞില്ലെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അവർ സഹനങ്ങളിൽ കൂടി കടന്നു പോകുകയും അങ്ങനെ രക്ഷയുടെ കവാടങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യട്ടെ. ലൗകിക വസ്തുക്കളോടുള്ള അന്ധമായ സ്നേഹത്താൽ മനുഷ്യഹൃദയം കഠിനമായി പോകുകയും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അതിനാൽ മനുഷ്യർ തങ്ങളുടെ പരീക്ഷകളിൽ ആനന്ദം കണ്ടെത്തുന്നില്ല. ദുഃഖത്തിൽ ആശ്വാസമോ അസ്വസ്ഥതകളിൽ സമാധാനമോ അവർക്കില്ല. കഷ്ടതകളിൽ തിരുഹിതം തിരിച്ചറിഞ്ഞ് ദൈവമഹത്വം ദർശിക്കുന്ന വിശുദ്ധരിൽ നിന്ന് അവർ എത്രയോ വ്യത്യസ്തരാണ്. ലൗകികർ യാതനകളെ തിരസ്കരിക്കുകയും അവയെ വെറുക്കുകയും ചെയ്യുന്നു. ചിലർ പരിഹാരം ചെയ്യാതെ പാപപ്പൊറുതി മോഹിക്കുന്നു. മറ്റു ചിലർ തങ്ങൾക്ക് ദൈവം പ്രത്യേക പരിഗണന നൽകി ആദരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവയൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. എന്തെന്നാൽ അവർ യാചിക്കുന്നത് കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിലല്ല. അതിനാൽ പ്രിയമകളെ, നീ കർത്താവിന്റെ കുരിശിനെ ആശ്ലേഷിക്കുക. ഇതിനപ്പുറമുള്ള യാതൊരു സാന്ത്വനവും ഈ ലോകത്തിൽ നീ ആഗ്രഹിക്കരുത്. വിശുദ്ധ സഹനത്തെ മനസ്സിൽ ധ്യാനിച്ചും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയും നീ പരിപൂർണതയുടെ കൊടുമുടി കയറുക. മനുഷ്യവർഗത്തിന്റെ നിത്യരക്ഷയ്ക്കായി തന്നെ വിട്ടുകൊടുത്ത എന്റെ പുത്രനെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുക. ഈ മഹാരഹസ്യത്തെ നശ്വര മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ അവയ്ക്കൊക്കെയും ദൃക്സാക്ഷിയായി ഞാൻ പറയുന്നു. പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകാൻ ഉയരുന്നതിനെ അവൻ എപ്രകാരം വിലമതിച്ചോ അതേ മതിപ്പോടു കൂടിയാണവൻ സഹനത്തിനും മരണത്തിനുമായി സ്വജീവൻ ശത്രുകരങ്ങളിൽ അർപ്പിച്ചതും. ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു. ഈ ലോകത്തിൽ ക്രിസ്തുവിനല്ല വിദ്വേഷവും വഞ്ചനയും മൂലം നശിച്ചുപോയ യൂദാസിനാണ് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത്. ഇതെത്ര സങ്കടകരമായ കാര്യമാണ്. പലരും അവിശ്വാസികളായിരിക്കുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചവർ വിരളം. കപടനാട്യക്കാരാണ് ഏറെയും. അവർ അവനെ സ്നേഹിക്കുന്നുവെന്ന് ഭാവിച്ച് ഒറ്റിക്കൊടുക്കുകയും അവനെ വീണ്ടും കുരിശിൽ ഏറ്റുകയും ചെയ്യുന്നു. ഈ നീചകൃത്യങ്ങളെ ഓർത്ത് നീ വിലപിക്കുക. നീ അതറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇതുമൂലം നീ എന്നെ അനുകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുക.